സലാർ സലാർ എന്റെ പൊന്ന് മോനെ, ഈ പടം തിയേറ്ററിൽ പോയി കണ്ടോ. ഇതൊരു ഹിസ്റ്ററി എഴുതി കുറിക്കാൻ പോണ സിനിമയാണ്. ഈ പടം എന്താ വെച്ചാല്, ഇത് എന്താ പറയാ, എന്റെ പൊന്നോ, സീസ്ഫയർ, സലാർ ദ സീസ്ഫയർ പാർട്ട് 1. ഇത് പുള്ളി പ്രശാന്ത് നീൽ എന്ത് സാധനം അടിച്ചിട്ടിരുന്ന് എഴുതിയ പടമാണോ എന്തോ. എന്ത് കെമിക്കൽ അടിച്ചാലും ഇങ്ങനത്തെ പടത്തിന്റെ പേരൊക്കെ എഴുതാം, ഇങ്ങനെ പടമൊക്കെ എഴുതാൻ പറ്റണേ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. അതായത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കുറെ ഇങ്ങനെ ഒരു ഭയങ്കര എന്താ പറയാ, പ്രവാസനെ ഇങ്ങനെ ഭയങ്കര പൊക്കി ബൂസ്റ്റ് ചെയ്ത് അതാണ് ഇതാണ് മറ്റേ മറച്ചെന്ന് കാണിച്ചിട്ട് കുറെ ഇങ്ങനെ ഒരു പൊക്കലൂടൊക്കെയാണ്. എന്താ അവനെ കാണിക്കണമെങ്കിൽ ഒരു ലുണ്ണ ചെറുക്കനായിട്ടാ, അമ്മയുടെ വാക്കിനെ ധിക്കരിക്കാത്ത ഒരു ലുണ്ണ ചെറുക്കനായിട്ട്. സെക്കൻഡ് ഹാഫിൽ അവന്റെ ഒരു കുറച്ചൊരു 7 വർഷം പുറകിലുള്ള ഒരു കഥ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മോനെ, അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ഈ പടത്തിന്റെ ഹൈലൈറ്റ് തുടങ്ങണത്. പടം എന്താണെന്ന് മനസ്സിലാവണത്, എന്താണ് ഇതിന്റെ കഥയെന്ന് മനസ്സിലാവണത്, എന്തുകൊണ്ടാണ് ഈ ആഷി പറഞ്ഞത് എന്ന് മനസ്സിലാവണത്. അതായത് സലാറിനെ കമ്പയർ ചെയ്യുമ്പോ സലാർ ഇത്ര ഉണ്ടെങ്കിൽ KGF ഇത്രേ ഉള്ളൂ എന്ന് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇതിന്റെ പ്ലോട്ട് അത്ര ഭയങ്കര ഡെപ്തുള്ള, അത്ര വലിയ പ്ലോട്ടാണ്, അത്ര വലിയൊരു പ്ലോട്ടാ സലാറിന്റെ. KGFന്റെ ചെറിയൊരു പ്ലോട്ടാ. രണ്ടിലും ഒറ്റ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് കേട്ടോ, അമ്മയോടുള്ള സ്നേഹം എന്നുള്ളൊരു കോമൺ ഫാക്ടർ കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഡയറക്ടറിന്റെ അമ്മയോടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് ഈ പടത്തിൽ ആ ഒരു മെയിൻ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ഇമ്പാക്ട് കൊടുക്കുന്നത്. പിന്നെ ഈ പടത്തില് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ഫുൾ നമുക്കൊരു ഗൂസ് ബംസ് അല്ല, നമുക്കിങ്ങനെ ആ സാധനമാണ്. ഗൂസ് ബംസ് എന്നല്ല പറയാ, നമുക്ക് ആ ഗൂസ് ബംസിനേക്കാളൊക്കെ ഉപരി ആ പടത്തിന്റെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് കുറെ വർഗ്ഗങ്ങൾ കാണിക്കണം. ഗോത്രവർഗം, ആ വർഗം, മറ്റേ ഞാൻ ഇങ്ങനെ കുറച്ച് വർഗ്ഗങ്ങൾ കാണിക്കണം. 3 വർഗ്ഗങ്ങളെ പേര് കാണിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ സബ് ഡിവിഷൻസ് കുറെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് കുറെ പേരുകളിൽ. ആ ഒരു ഇത് മാത്രമല്ല, നമുക്ക് വൺ ടൈം ആയതുകൊണ്ടാണ് 2, 3, 4 പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് റെഡിയും. KGF ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല, ഒരു അടിപൊളി ഇടിപ്പടം ഇറങ്ങേണ്ട കളിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരുന്നത് KGF 1 അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇതിന്റെ ക്ലൈമാക്സിൽ എഴുതി കാണിക്കുന്നുണ്ട് അടുത്ത പാർട്ട് എന്നുള്ളത്. അതിനകത്തോട്ട് വരുമ്പോ 2 ഫ്രണ്ട്സ്, ആ 2 ഫ്രണ്ട്സിന്റെ കഥയാണിത്. ഇതിനകത്ത് ഫുൾ അവർ ഫ്രണ്ട്സാണ്. അടുത്ത ഭാഗത്തിൽ അവർ എങ്ങനെ ശത്രുക്കളാവണം, എന്തുകൊണ്ടാണ് ശത്രുക്കളാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതായിരിക്കണം. എത്ര പാർട്ട് ഉണ്ടെന്ന് വെച്ചാൽ 2 പാർട്ടായിരിക്കണം. 2 പാർട്ട് തീരുമായിരിക്കും, ചിലപ്പോൾ 3 പാർട്ട് വരുമായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു പ്ലോട്ടാണ് കിടക്കുന്നത്. ഇതിനകത്ത് എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രീക്വലോ ഒരു സീക്വലോ ചെയ്യാം. അതുപോലത്തെ വലിയൊരു പ്ലോട്ടിലാണ് കിടക്കണം. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു സീക്വൻസ് ഇറക്കാം. അപ്പൊ പടം തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള സിനിമയുണ്ട്. പിന്നെ ഫുൾ ഒരു ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് ഷെയ്ഡിലാണ് പടം മൊത്തം എടുത്തേക്കണത്. അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണുള്ളത് പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പുള്ളിക്ക് ഒരു OCD പ്രശ്നമുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് ആ മൾട്ടി കളേഴ്സൊന്നും താല്പര്യമില്ല. ഈ ഒരു ഒറ്റ കളറിലാണ് പുള്ളിക്ക് താല്പര്യം, ഇങ്ങനെ 1-2 കളറിലാണ് പുള്ളിക്ക് താല്പര്യം പുള്ളി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പടത്തിൽ മൊത്തം ത്രൂ ഔട്ട് കാണിച്ചത്. ഈ പിന്നൊരു ഇത് തോന്നി, ശ്രുതി ഹസന്റെ ക്യാരക്ടർ അവൾക്ക് ഇപ്പോഴും അഭിനയിക്കാൻ അറിയാൻ പാടില്ല എനിക്ക് തോന്നുന്നു. ഭയങ്കര ചേരണല്ല, ഭയങ്കര ഒരു വർക്കത്തിൽ എന്ത് ചെയ്താലും ശരിയാവണല്ല. പിന്നെ എനിക്ക് തോന്നിയ നെഗറ്റീവ് വെച്ചാല്, പ്രഭാസിന്റെ ഫേസ് ഏറ്റവും പ്ലസന്റ് ആയിട്ട് ഏറ്റവും ഭംഗിയുള്ള കണ്ടേക്കണത് ബാഹുബലിയിലാണ്. ആ ഫേസ് ഈ പടത്തിനുണ്ടായിരുന്നുണ്ടല്ലോ. പടം ഒരു പൃഥ്വിരാജും പ്രഭാസും നിൽക്കുമ്പോൾ പൃഥ്വിരാജിനെ നമ്മൾ നോക്കുള്ളൂ, അത്ര ഭംഗിയ രാജുവേട്ടൻ. പ്രഭാസിന് ആ ഒരു ഫേസിന് ഭംഗിയില്ല, കണ്ണൊക്കെ എന്തോ പ്രശ്നം എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. പക്ഷെ ബാഹുബലി സമയത്ത് പ്രഭാസ് ഭയങ്കര ഭംഗിയായിരുന്നു, ഭയങ്കര ചാമായിരുന്നു. ഇന്നത്തെ ആ ചാംനെസ് പോയി. ബോഡിയൊക്കെ ഉണ്ടല്ലോ, പൃഥ്വിരാജ് മറ്റേ ഒരു മുട്ടനാടാണെങ്കിൽ പ്രഭാസ് ആനക്കുട്ടിയാ, അത് കണക്കാ. ഒരു എലുമ്പനും ഒരു സൈസുള്ള അങ്ങനെ നിൽക്കണത്. പക്ഷെ നമ്മുടെ ഇതിൽ വരുമ്പോൾ പൃഥ്വിരാജ് ഭയങ്കര ജിമ്മനൊക്കെ അല്ലേ. പക്ഷെ അവിടെ ചെല്ലുമ്പോ പ്രഭാസിന്റെ സൈസ് എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ഒരു ഇടിച്ച് ഒരു കിൻഡലുണ്ട് നമുക്ക് തോന്നിക്കും. അത് കണക്കിനുള്ള ബോഡിയും അത് കണക്കിനുള്ള ഒരു ആംബിയൻസ് കൊടുക്കണത്. BGMs ഒക്കെ കുറച്ച് BGMs ഒക്കെ KGF അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ആ എലിവേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ KGF-ലുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ KGF ആഷിന്റെ ഒരു സ്റ്റൈലിഷ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് സ്റ്റൈലിഷ് ഒന്നും ഇല്ല. ഫുൾ പുള്ളിയുടെ മസിൽസും
ബോഡിയും പിന്നെ കുറെ ഫൈറ്റ് പിന്നെ ആറ്റിറ്റ്യൂഡ് അത്ര കാണിക്കണത്. KGF ആറ്റിറ്റ്യൂഡ് സ്റ്റൈല് എന്താ പറയാ ഓവറോൾ അങ്ങനെയല്ല കാണിച്ചിരുന്നത്. ബോഡി വലിയ ഇതായിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്താ പറയാ പടത്തിന്റെ കഥ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കഥയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്ന കഥയാണ്. ഒരു വലിയൊരു ഫാമിലി അല്ല, ഒരു വർഗ്ഗം. ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല, വർഗ്ഗം എന്ന് പറഞ്ഞില്ലേ, 3 വർഗ്ഗക്കാരെ തമ്മിൽ അതിന്റെ ഉള്ളിലുള്ള കണക്ഷൻസും അതിന്റെ ഉള്ളിലുള്ള കുറെ പേര് തമ്മിലുള്ള ഇതിനെല്ലാത്തിനും ഒറ്റ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റന്റെ മോൻ പൃഥ്വിരാജ്, അങ്ങനെ ഒരു എന്താ പറയാ ഒരു ചുറ്റിക്കെട്ട് ചൊറ പിടിച്ച കഥയാ പടം. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട്, ഉള്ള കാര്യം പറയാം, എനിക്കിഷ്ടപ്പെട്ട്. എന്താ ഒരു പടത്തിന്റെ ഒരു ഗുമ്മ് മോനെ. ഓഫ്, ഒന്നുകൂടി കാണുന്നുണ്ട് നോട്ടെ. ഇപ്പൊ ഡു വാച്ച് ഓൺ തിയേറ്റേഴ്സ്. ആമസോൺ പ്രൈമിൽ ഇറങ്ങണ മുമ്പ് തിയേറ്ററിൽ പോയി കാണാളിയാ, അതാണ് പടം കാണേണ്ടത്. അത് പോയി കാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ട്. അല്ലാണ്ട് ഈ മൊബൈലിലും ടെലിഗ്രാമിലേക്ക് കണ്ടിട്ട് എന്താ കാര്യമുള്ളത്.